അർജന്റീനയും ഇംഗ്ലണ്ടും ക്വാർട്ടർ ഫൈനൽ കടമ്പ കടന്നതോടെ ലോകകപ്പിന്റെ സെമി ഫൈനൽ ചിത്രം വ്യക്തമായി. ഫ്രാൻസ് സ്പെയിൻ ആദ്യ സെമി ബുധനാഴ്ചയും അർജന്റീന ഇംഗ്ലണ്ട് സെമി വ്യാഴാഴ്ചയും അരങ്ങേറും. രാത്രി 12:30-നാണ് രണ്ട് മത്സരങ്ങൾ. ടീമുകളാണ് കളമൊഴിഞ്ഞത്. ഇനി അവർ 4 പേർ മാത്രം. ഫിഫ റാങ്കിങ്ങിലെ ആദ്യ 4 സ്ഥാനക്കാർ തന്നെ ലോകവേദിയിൽ മുന്നിലെത്തി. ഫ്രാൻസ്, അർജന്റീന, സ്പെയിൻ, ഇംഗ്ലണ്ട്. ഇവരിൽ ഒരാൾക്ക് സ്വന്തം ആ ലോക കിരീടം. ആദ്യ സെമി യൂറോപ്യൻ ക്ലാസിക്കാണ്. സ്പെയിനും ഫ്രാൻസും മുഖാമുഖമെത്തുന്ന കിടലൻ പോര്. ഈ ടൂർണമെന്റിൽ ഒരിക്കൽ പോലും ഗാംഭീര്യം വിടാതെ പോരാടിയ ഫ്രാൻസും മധ്യനിരയിലെ മേധാവിത്വം കൊണ്ട് കളം നിറയുന്ന സ്പെയിനും ഏറ്റുമുട്ടുമ്പോൾ പരിധികളില്ലാത്ത ആരവം പ്രതീക്ഷിക്കാം. കിലിയൻ എംബാപ്പയുടെ ഫ്രഞ്ച് പടയ്ക്ക് ഈ ടൂർണമെന്റിന്റെ ഒരു ഘട്ടത്തിലും വെല്ലുവിളി ഉണ്ടായിട്ടില്ല. വേഗതയ്ക്കും ആക്രമണത്തിനും പ്രാധാന്യം നൽകിയുള്ള ഹൈബ്രിഡ് ശൈലിയാണ് സ്പെയിനിന് കരുത്താവുന്നത്. ക്വാർട്ടറിൽ ബെൽജിയം നേടിയ ഗോൾ മാറ്റി നിർത്തിയാൽ ഗോൾ വഴങ്ങിയതിന്റെ ക്ഷതമില്ല സ്പാനിഷ് സംഘത്തിന്. ഒരുപക്ഷെ ഈ ലോകകപ്പിൽ ഫ്രാൻസ് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ കടമ്പയായിരിക്കും സ്പെയിൻ. രണ്ടാം സെമി സംഭവബഹുലമാകുമെന്ന് ഉറപ്പിക്കാൻ ലോകകപ്പ് ചരിത്രം പരിശോധിച്ചാൽ മാത്രം മതി. 1966 ക്വാർട്ടർ ഫൈനലിൽ അർജന്റീന ക്യാപ്റ്റൻ റാറ്റിൻ കണ്ട ചുവപ്പുകാട്. 86 ലോകകപ്പ് ക്വാർട്ടറിൽ ദൈവത്തിന്റെ കരസ്പർശവും പിന്നാലെയുണ്ടായ നൂറ്റാണ്ടിലെ ഗോളും. 98 പ്രീ ക്വാർട്ടറിൽ ചുവപ്പുകാട് കണ്ടു മടങ്ങിയത് ഡേവിഡ് ബെക്കാം. 2002 അതേ ബെക്കാം തന്നെ പെനാൽറ്റിയിലൂടെ ഗോൾ അടിച്ചു നടത്തിയ പകരം വീട്ടൽ. എന്നും വീറും വാശിയും കളം വാഴാറുണ്ട് അർജന്റീനയും ഇംഗ്ലണ്ടും നേർക്കുനേർ വരുമ്പോൾ. 2005 ശേഷം അർജന്റീനയും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടിയിട്ടേയില്ല. അതായത് ലയണൽ മെസ്സി ആദ്യമായിട്ടാണ് ഇംഗ്ലണ്ടിനെ നേരിടാൻ പോകുന്നത്. ഗോളടി മികവിൽ നിൽക്കുന്ന ഇംഗ്ലണ്ടും തിരിച്ചുവരവുകളിലൂടെ മനക്കരുത്ത് പ്രകടമാക്കുന്ന അർജന്റീനയും വിഖ്യാതമാകാൻ പോകുന്ന പോരിനാണ് തയ്യാറെടുക്കേണ്ടത്. 2 മികച്ച പരിശീലകരുടെ തന്ത്രങ്ങൾ കൂടിയാകും രണ്ടാം സെമിയിൽ ഏറ്റുമുട്ടാൻ പോകുന്നത്. ശ്വാസമടക്കി ലോകകപ്പ് കാണുന്ന ആരാധകർക്ക് ഇനി അവശേഷിക്കുന്നത് ലൂസേഴ്സ് ഫൈനൽ ഉൾപ്പെടെ 4 പോരാട്ടങ്ങൾ മാത്രം. വ്യാഴാഴ്ച നേരം പുലരുമ്പോൾ വ്യക്തമാകും ആ സ്വപ്ന കിരീടം തേടിയിറങ്ങുന്നവർ ആരൊക്കെയെന്ന്. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.